എല്ലാവർക്കും നമസ്കാരം. യാചനായാത്രയെപ്പറ്റി പെട്ടെന്നൊന്ന് നോക്കാം. യാചനായാത്ര 1931 VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നിന്നും കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ കാൽനട പ്രചാരണ യാത്രയാണ് യാചനായാത്ര. ദരിദ്രരായിട്ടുള്ള നമ്പൂതിരി കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫണ്ട് ശേഖരണം ആയിരുന്നു യാചനായാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 1931 VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നിന്നും കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ് നടത്തിയ കാൽനട പ്രചാരണ യാത്രയാണ് യാചനായാത്ര. ദരിദ്രരായിട്ടുള്ള നമ്പൂതിരി കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫണ്ട് ശേഖരണം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. വർഷം 1931. സ്ഥലം തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനായാത്ര നടന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസ ഫണ്ട്, വസ്ത്രം, ധാന്യം ശേഖരിക്കൽ എന്നിവയൊക്കെയാണ്. VT ഭട്ടതിരിപ്പാടിനെ പറ്റി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നോക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന 1929 പുറത്തിറങ്ങിയ നാടകം VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥ VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. യാചനായാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? VT ഭട്ടതിരിപ്പാട്. വർഷം 1931. യാചനായാത്ര എവിടെ നിന്നും എവിടം വരെയായിരുന്നു? തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. ചന്ദ്രഗിരി പുഴ എവിടെയാണ്? കാസർഗോഡ് ചന്ദ്രഗിരി പുഴ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെ നാടകമാണ്? VT ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി VT ഭട്ടതിരിപ്പാടിനെ പറ്റിയും യാചനായാത്രയെ പറ്റിയുമുള്ള ഒരു ചെറിയ അവബോധ വീഡിയോ ആണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കണമേ. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.